റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ കഴിയുമ്പോൾ തന്നെ രണ്ട് പ്രബല മതങ്ങളായി ക്രൈസ്തവ മതവും യഹൂദികളും നിലനിന്നിരുന്നു. അവരുമായി ആദർശപരമായ വിഷയത്തിൽ കൃത്യമായ വിയോജിപ്പുകൾ അറിയിച്ചുകൊണ്ട് തന്നെയാണ് മാനുഷികമായ സൗഹാർദ്ദങ്ങൾ, മാനുഷികമായ ബന്ധങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലനിർത്തിപ്പോന്നിരുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള അവൻ്റെ വിശ്വാസം അത് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണ് എന്നതു മാത്രമല്ല മുസ്ലിമിന്റെ വിശ്വാസം. ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനല്ല എന്നതും മുസ്ലിമിന്റെ വിശ്വാസമാണ്, അവന്റെ അഖീദയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പരാമർശമുണ്ട്. ഈസ എന്ന പേര് 20-ലധികം തവണ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഏറെക്കുറെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പറഞ്ഞ അത്ര തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേര് ഖുർആനിലുണ്ട്. മസീഹ് എന്ന പ്രയോഗം ഖുർആനിൽ ഒരുപാടിടങ്ങളിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഇബ്നു മറിയം എന്ന് പരിശുദ്ധ ഖുർആൻ ഒരുപാട് ഇടങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആനിൽ എവിടെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയെക്കുറിച്ചൊരു പരാമർശമില്ല. ഖുർആനിൽ എവിടെയില്ല റസൂലുള്ളാഹിയുടെ ഉമ്മയെക്കുറിച്ചൊരു പരാമർശമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയെക്കുറിച്ചും ഖുർആനിൽ എവിടെയും ഒരു പരാമർശമില്ല. പ്രവാചകന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച്, ബാല്യം എങ്ങനെയായിരുന്നു, അത്തരം ചരിത്രങ്ങളൊന്നും ഖുർആനിൽ എവിടെയുമില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് മറിയം എന്നാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ പേരാണ്. മറ്റൊരു സൂറത്തിന്റെ പേര് ആലു ഇമ്രാൻ. ഇമ്രാൻ മറിയമിന്റെ ഉപ്പയാണ്, ഇമ്രാന്റെ കുടുംബം. അപ്പോൾ ഖുർആൻ ഇത്രമാത്രം ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നുവെങ്കിൽ അത് മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, അഖീദാപരമായ വിശ്വാസപരമായ നിലപാട് സ്വീകരിക്കേണ്ട വിഷയമാണ്. നിലപാട് വേണം ഈ വിഷയത്തിൽ. ആരാണ് ഈസാ നബി അലൈഹിസ്സലാം? മൽ മസീഹു ഇബ്നു മറിയം ഇല്ലാ റസൂൽ. മറിയമിന്റെ മകൻ മസീഹ് റസൂലാണ്, നബിയാണ്. ആദം നബിയെ പോലെ, നൂഹ് നബിയെ പോലെ, മൂസാ നബിയെ പോലെ നബിയാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പും നബിമാർ കടന്നുപോയിട്ടുണ്ട്. വ ഉമ്മുഹു സിദ്ദീഖ. അവരുടെ ഉമ്മയെക്കുറിച്ച് ഏറ്റവും മാന്യമായി അവരുടെ ചരിത്രങ്ങൾ പരാമർശിച്ച ഗ്രന്ഥം ഖുർആനാണ്. ക്രൈസ്തവരെ പോലെ മറിയമിന്റെ വിഷയത്തിൽ അതിര് കടന്ന് ദിവ്യത്വം കൽപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് ഖുർആൻ പോയിട്ടില്ല. യഹൂദികളെപ്പോലെ അവരെ മോശമായി ചിത്രീകരിച്ചിട്ടുമില്ല. അതിന്റെ ഇടയിൽ മധ്യമമായ നേരിന്റെ നിലപാട് ഖുർആൻ പറഞ്ഞു. കാന യഅകുലാനി ത്വആം. രണ്ടുപേരും ഭക്ഷണം കഴിച്ച മനുഷ്യരാണ്. ഭക്ഷണം കഴിക്കുക എന്ന് ദൈവത്തിന് യോജിച്ചതല്ല, ദൈവപുത്രന് യോജിച്ചതല്ല. ഭക്ഷണത്തെ ആശ്രയിക്കുക എന്നുള്ളത് ദൈവത്തിന് യോജിച്ച ഗുണങ്ങളല്ല. മറിയമാകട്ടെ ഈസയാകട്ടെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചവരാണ്. കാന യഅകുലാനി ത്വആം. പരിശുദ്ധ ഖുർആൻ പറയാണ് രണ്ടുപേരും ഭക്ഷണം കഴിച്ച മനുഷ്യന്മാരാണ്. ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവത്തിന്റെ അവതാരങ്ങളല്ല. എന്തിനാണ് ഈസാ നബി അലൈഹി സ്വലാം വന്നത്? ഈസാ നബി അലൈഹി സ്വലാമിന്റെ നിയോഗം എന്താണ്?
വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും, ഈസാ നബിയാകട്ടെ, മൂസാ നബിയാകട്ടെ, ഇബ്രാഹിം നബിയാകട്ടെ, അവരെല്ലാം വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാണ്. അള്ളാഹുവിന് സന്താനങ്ങളില്ല, അള്ളാഹുവിന് ഇടനിലക്കാരില്ല, അവന് നിദ്ദില്ല, അവന് മസീലില്ല, അവൻ ഏകനാണ്. ആരാധനയിൽ അവൻ ഏകനാക്കണമെന്ന ആദർശം പഠിപ്പിക്കാനാണ്. അതോടൊപ്പം ഈസാ നബി അലൈഹി സ്വലാമിന് മറ്റൊരു ദൗത്യം കൂടെയുണ്ട്. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഒരു പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ, തനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെ കുറിച്ച് അറിയിക്കുക എന്നത് ഈസാ നബിയുടെ ദൗത്യമാണ്. ഈസാ നബി ലോകരിലേക്കുള്ള പ്രവാചകനല്ല, ബനൂ ഇസ്രായേലിലേക്കുള്ള പ്രവാചകനാണ്. ഇഞ്ചീൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ വേദഗ്രന്ഥമാണ്. ഈസാ നബിക്ക് ഒരു ഇഞ്ചീലാണ്, വ്യത്യസ്തങ്ങളായ ഇഞ്ചീലുകളില്ല. ഇന്നയാളുടെ ഇഞ്ചീൽ, മറ്റേയാളുടെ ഇഞ്ചീൽ, ഒരുപാട് ഇഞ്ചീലുകളില്ല, ഒരേ ഒരു ഇഞ്ചീൽ. ആ ഇഞ്ചീൽ ഇന്നും നിലനിൽക്കുന്നു എന്ന് ഒരാളും അവകാശപ്പെടുന്നുമില്ല. കാരണം അങ്ങനെ എന്നും നിലനിർത്താൻ അള്ളാഹു തീരുമാനിച്ചിട്ടുമില്ല. ബനൂ ഇസ്രായേൽ ജനതക്കാണ് ഇഞ്ചീൽ. ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കുമല്ല ഇഞ്ചീൽ. ലോകാവസാനം വരെ ഇഞ്ചീൽ നിലനിൽക്കേണ്ടതുമില്ല. ലോകാവസാനം വരെ നിലനിൽക്കുന്ന, മാറ്റങ്ങളില്ലാതെ ഒരു ഹർഫ് പോലും മാറ്റം വരുത്താതെ നിലനിൽക്കുന്ന ഗ്രന്ഥം അത് ഖുർആനാണ്. അത് അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദഗ്രന്ഥമാണ്. റസൂലുള്ളാഹി ലോകരിലേക്കാണ്. ആ റസൂലുള്ളാഹിയെ കുറിച്ച് താക്കീരു നൽകാൻ, മുന്നറിയിപ്പ് നൽകാൻ, സന്തോഷവാർത്ത അറിയിക്കാൻ, അതിനാണ് ഈസാ നബി അലൈഹിസ്സലാം. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ മക്കയിൽ വിരലിലെണ്ണാവുന്ന ക്രിസ്ത്യാനികളുണ്ട്. അവർക്കതറിയാം, വേദം പഠിച്ചവർക്കതറിയാം. അതുകൊണ്ടാണ് വറക്കത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് എത്തി. മദ്രസയിൽ നിന്ന് അത്രമാത്രം നമ്മൾ കേട്ടുപഠിച്ചതാണ് വറക്കത്ത് ബിൻ നൗഫലിന്റെ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആദ്യ മാത്രയിൽ എന്താണ് വറക്കയുടെ മറുപടി? ഹാദൻ നാമൂസുല്ലദി നസ്സലല്ലാഹു അലാ മൂസ. ഇത് മൂസയുടെ അരികിലേക്ക് വന്ന ജിബ്രീലാണ്. നിങ്ങളൊരു പ്രവാചകനാണ്, ഈ ജനത നിങ്ങളെ ആട്ടിപ്പുറത്താക്കും, എനിക്കന്ന് കഴിയുമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടാകും. 12-ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബ് സിറിയയിലേക്ക് കൊണ്ടുപോവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഉപ്പയില്ലാത്ത, ഉമ്മ മരണപ്പെട്ട ഒരു കുട്ടി. ഭാവി സുരക്ഷിതമാകണമെങ്കിൽ കച്ചവടം പഠിക്കണം. 12-ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ കയ്യും പിടിച്ചിട്ട് സിറിയയിലേക്ക്, ഷാമിലേക്ക് പോകുന്നുണ്ട് അബൂ ത്വാലിബ്. യാത്രാമധ്യേ റാഹിബ് ബഹീറ, ക്രൈസ്തവനായ ഒരു പുരോഹിതൻ അബൂ ത്വാലിബിനെയും സംഘത്തെയും വിളിച്ച് സൽക്കരിക്കുന്നു. ഇതിനു മുമ്പ് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഇതുവരെ അയാൾ വിളിച്ചിട്ടില്ല. ആ കുട്ടിയെ പ്രത്യേകം കൊണ്ടുവരണമെന്ന് പറയുന്നു. ഭക്ഷണം കൊടുത്തു. 12 വയസ്സുള്ള കുട്ടി അരികിലേക്ക് വിളിച്ചു. പിറകിൽ ഖാത്തമുൻ നബുവ, നബുവത്തിന്റെ അടയാളം കണ്ട് അബൂ ത്വാലിബിനോട് പറയുന്നുണ്ട്, അബൂ ത്വാലിബ്, നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങൾ തിരിച്ചു പോകണം. ഈ കുട്ടിയുടെ വിഷയത്തിൽ യഹൂദികളെ ഞാൻ പേടിക്കുന്നു. ഒരു നാടിന്റെ മുഴുവൻ സമ്പത്തുമായിട്ടാണ് അബൂ ത്വാലിബ് കച്ചവടത്തിന് വരുന്നത്. പക്ഷെ ആ ക്രിസ്ത്യാനിയായ ആ മനുഷ്യന്റെ വാക്ക് കേട്ട് അബൂ ത്വാലിബ് തിരിച്ചു പോകുന്നുണ്ട്. ഇനി ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബിയുടെ ചരിത്രം എന്താണ്? 1-2 ആയത്തുകളിലല്ല ഖുർആൻ ഇത് പറഞ്ഞു പോയിട്ടുള്ളത്. വളരെ വിശാലമായി ഖുർആൻ ആ ചരിത്രം പറഞ്ഞു തന്നു. നമ്മളത് പഠിക്കണം. ഇത് ഖാലത്ത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി. ഇമ്രാന്റെ ഭാര്യ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ നേർച്ചയാക്കുകയാണ്. അല്ലാഹുവേ, എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്നവർ പ്രാർത്ഥിക്കുന്നു. ആൺകുഞ്ഞുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് നേർച്ച നേരുന്നത്. ഉണ്ടായത് പെൺകുഞ്ഞാണ്. പക്ഷെ അവർ ആ നേർച്ച നിറവേറ്റുന്നു. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. ആ നിലപാട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. മസ്ജിദുൽ അഖ്സയിൽ മറിയം വളരുന്നു.
മസ്ജിദുൽ അഖ്സയിലാണ് മറിയം വളരുന്നത്, ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ. ആ കുഞ്ഞിന്റെ സംരക്ഷണം അള്ളാഹു ഏൽപ്പിച്ചത് ഒരു നബിയെയാണ്, സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാമാണ് മറിയമിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. ചെറിയ പ്രായത്തിൽ പോലും അവരിൽ കറാമത്തുകൾ കാണുകയാണ്, അത്ഭുതങ്ങൾ. സക്കരിയ നബി അലൈഹിസ്സലാം വരുന്ന സമയത്ത് കുല്ലമാ ദഖല അലൈഹൽ മിഹ്റാബ് കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ. വരുന്ന സമയത്ത് അവരുടെ മുന്നിൽ ഭക്ഷണം, ആ നാട്ടിൽ കാണാത്ത ഭക്ഷണം, ആ സീസണിൽ ലഭിക്കാത്ത ഭക്ഷണം. സക്കരിയ നബി അലൈഹിസ്സലാം അത്ഭുതത്തോടു കൂടെ ചോദിക്കുന്നു, യാ മറിയമു അന്നാ ലക്കി ഹാദാ, ഇതെങ്ങനെയാണ് മറിയം ഈ ഭക്ഷണം? കറാമത്ത് കൺമുന്നിൽ കാണാൻ, അത്ഭുതം കൺമുന്നിൽ കാണാൻ, എങ്ങനെയാണ് ഈ ഭക്ഷണം നിന്റെ മുന്നിലേക്ക് എത്തിയത്? ഹുവ മിൻ ഇൻദില്ലാഹ്, പടച്ചോൻ തന്നതാണ്, അല്ലാഹ് തന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, പടച്ചോനത് കഴിയല്ലോ, അല്ലാഹ്ക്കത് കഴിയുമല്ലോ, അല്ലാഹ് കണക്കില്ലാതെ നൽകുന്നവനാണല്ലോ, പടച്ചോൻ തന്നതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ സുബ്ഹാനല്ലാഹ് ഇത്ര മനോഹരമായി മറിയമിന്റെ ചരിത്രം പറഞ്ഞ ഏത് വേദഗ്രന്ഥമുണ്ട്, ഏതു മതമുണ്ട്? അവരുടെ മാന്യത, അവരുടെ ചെറുപ്പത്തിലെ പോലും അവരുടെ അത്ഭുതങ്ങൾ പ്രതിപാദിച്ച ഏത് ഗ്രന്ഥമുണ്ട്? ഖുർആൻ ഹക്കാണ് പറഞ്ഞത്. നോക്കൂ, ഇവിടെ കറാമത്ത് കൺകൊണ്ട് കാണുന്ന സക്കരിയ നബി അലൈഹിസ്സലാം, കറാമത്ത് ഇഷ്ടമുണ്ടാകുമ്പോൾ നടപ്പിലാക്കാൻ കഴിയൂല. മൂസാ നബി അലൈഹിസ്സലാം എപ്പോൾ വടി താഴെ ഇട്ടാലും പാമ്പാകൂല. അങ്ങനെയാണെങ്കിൽ മൂസാ നബി കുടുങ്ങും. അള്ളാഹ് തീരുമാനിക്കുമ്പോഴാണ് വടി പാമ്പാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് സഹിച്ച ഘട്ടങ്ങളുണ്ട്. കൈകളിൽ നിന്ന് വെള്ളം ഊർന്നിറങ്ങിയ മുഅ്ജിസത്തുകൾ വെളിവായ സന്ദർഭങ്ങളുമുണ്ട്. നമ്മുടെ നാട്ടിലോ ഷേഖ് തോന്നുമ്പോൾ കറാമത്ത് പ്രകടമാക്കും. ഭക്ഷണം കഴിച്ച് ആ എല്ല് അത് ഒന്ന് ഊതിക്കഴിഞ്ഞാൽ അത് കോടിയായി പാറിക്കളിക്കും. ഷേഖ് നിസ്കരിക്കുന്നില്ല. എന്തേ നിസ്കരിക്കാത്തത്? കൈപൊക്കി കാണിക്കാണ്. നമസ്കാരം മക്കയിലാണ്. അവര് തോന്നുമ്പോൾ മക്കയിലെത്തും, അവര് തോന്നുമ്പോൾ മദീനയിലെത്തും, അവര് തോന്നുമ്പോൾ മസ്ജിദുൽ അഖ്സയിലെത്തും. ഇതാണ് നമ്മുടെ നാട്ടിലെ കറാമത്ത് കച്ചവടം. സക്കരിയ നബി അലൈഹി സ്വലാമിന് സന്താനമില്ല, കുഞ്ഞില്ല. കറാമത്തുള്ള ബീവിയെ കൺമുന്നിൽ കാണുകയാണ്. കറാമത്തുള്ള മറിയം ബീവിയോട് ചോദിച്ചോ, ഒരു കുഞ്ഞിനെ നൽകണമെന്ന് സക്കരിയ നബി അലൈഹിസ്സലാം ഒരു വരിയെങ്കിലും ആവശ്യപ്പെട്ടോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നൽകുന്നുണ്ട് ചരിത്രം. ഹുനാലിക ദആ സക്കരിയ റബ്ബ. ആ അത്ഭുതം കണ്ടപ്പോ മറിയമിന് കറാമത്ത് ലഭിച്ച, ആ നാട്ടിൽ ലഭ്യമല്ലാത്ത ഭക്ഷണങ്ങൾ അവരുടെ മുന്നിലെത്തിച്ച മറിയമിന്റെ അരികിൽ വെച്ചുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ഹുനാലിക ദആ സക്കരിയ റബ്ബഹു. സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. സമീഉദ് ദുആ, പടച്ചോനെ നീയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് റബ്ബേ നീയാണ്. എനിക്ക് സന്താനത്തെ നൽകാൻ കഴിയൽ റബ്ബേ നിനക്കാണ്. എനിക്ക് സന്താനത്തെ കൊണ്ട റബ്ബേ. ആരോടാ ചോദിക്കുന്നത്? റബ്ബിനോട്. ഇതാണ് ഇസ്ലാം, ഇതാണ് തൗഹീദ്. നമ്മളോ? മുസ്ലിം സമുദായം ചോദിക്കുന്നത് മുനമ്പത്തു ബീവിയോടാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഊരും അറിയില്ല, പേരും അറിയില്ല. പൊന്നാനി കടപ്പുറത്ത് ഒരു മയ്യത്തടയുന്നു. ഒരുപാട് മഹാന്മാര് ജനിച്ച നാട്ടിലാണ് ആ മയ്യത്തെത്തിയത്. അതുകൊണ്ട് തന്നെ അവര് ബീവിയാണെന്ന് പറഞ്ഞ് ആ ഖബറ് കെട്ടിപ്പൊക്കി അതിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള മുസ്ലിം സഹോദര, മറിയമേ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് ശിർക്കാണെന്ന് പറയുന്ന നമ്മൾ, മറിയമേ കാക്കണേ എന്ന് പറയുന്നത് ശിർക്കാണെന്ന് പറയുന്ന നമ്മൾ, എങ്ങനെയാണ് മുനമ്പത്തു ബീവിയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് ഇസ്ലാമാകുന്നത്? മുനമ്പത്ത് ബീവിയുടെ മുന്നിൽ ചെന്നുകൊണ്ട്, ജാറത്തിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് കൈകൾ നീട്ടുന്നത് ഇസ്ലാമും, മറിയമിന്റെ മുന്നിൽ ചെന്ന് കൈകൾ നീട്ടുന്നത് ശിർക്കുമാകുന്നത് എങ്ങനെയാണ്? ഖുറാനിൽ എവിടെ അവരെ പേരില്ല മുനമ്പത്ത് ബീവിയുടെ.
അവരുടെ പേരെന്താണെന്ന് പോലും അവർക്കറിയില്ല. ഊരും പേരും അറിയില്ല എന്നാണ് അവരുടെ പ്രത്യേകത. ഖുർആനിൽ ഒരൊറ്റ സ്ത്രീയുടെ പേരേ ഉള്ളൂ, മറിയം അലൈഹിസ്സലാം. അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരുടെ പേരില്ല, പെൺമക്കളുടെ പേരില്ല, മറ്റൊരു മഹിളയുടെ പേരും ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. ആ മറിയം അലൈഹിസ്സലാമയെ വിളിച്ചാൽ അത് ശിർക്കും, മുനമ്പത്ത് ബീവിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് തൗഹീദും. ചിന്തിക്കണം നമ്മൾ. കറാമത്തുള്ള ബീവിയെ മുന്നിൽ കണ്ടിട്ട് പടച്ചോനാടാ ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിലോ മമ്പുറത്ത് തങ്ങൾ പോകുന്ന സമയത്ത് ഒരു കല്ലിൽ തട്ടി വടികൊണ്ട്, ആ കല്ല് താഴെ വീണ് നാട്ടുകല്ലിൽ, നമ്മുടെ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ ആ കല്ലിന്റെ മുന്നിൽ ചെന്ന് കൈകൾ നീട്ടുന്ന മുസ്ലിം സമുദായമുണ്ട്. ആ കല്ലിന്റെ മുന്നിൽ ചെന്ന് പ്രശ്നങ്ങൾ ഇറക്കി വെക്കുന്ന മനുഷ്യരുണ്ട്. വടിയിൽ അപകടങ്ങൾ തടയാൻ വേണ്ടി അവിടെയുള്ള നേർച്ചപ്പെട്ടിയിലേക്ക് പണമെറിയുന്നവരുണ്ട്. ഇത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ തൗഹീദ് മനസ്സിലാക്കുക, തൗഹീദ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു തൗഹീദിലായി കൊണ്ട് മരണപ്പെടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മറിയം അലൈഹിസ്സലാമയുടെ അരികിലേക്ക് മലക്കുകൾ എത്തുന്നു. അവരുടെ പ്രസവവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാഠങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദമായി കൊണ്ട് പറയും. മറ്റൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർക്കൊരു സന്താനം ഉണ്ടാകാൻ പോകുന്നു എന്നത് അറിയിക്കുകയാണ്. ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാം. ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന് കേട്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, റബ്ബേ എനിക്ക് എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും, എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും? ഞാനൊരു മോശപ്പെട്ട പെണ്ണല്ല, ഒരാണും ഇതുവരെ എന്നെ സ്പർശിച്ചിട്ടില്ല, എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക? ഖാല കദാലിക് അല്ലാഹു യഫ്അലു മാ യശാ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമുള്ളൊരു കാര്യമല്ല, അപ്രകാരം സംഭവിക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും. അപ്പോൾ ഒരു ചോദ്യം, പിതാവില്ലാതെ ഒരു കുഞ്ഞു ജനിക്കുന്നു, അത്ഭുതകരമായ ഒരു കുഞ്ഞു ജനിക്കുന്നു, ആ കുഞ്ഞ് ദൈവപുത്രനാകണ്ടേ? ആ കുഞ്ഞ് ദൈവത്തിൽ നിന്നാകേണ്ടതില്ലേ? ദൈവപുത്രനായി മാറേണ്ടതില്ലേ? ഖുർആൻ അതിനുത്തരം പറയാതെ പോയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ കൃത്യമായി ആ ചോദ്യത്തിനുള്ള മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ് സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസ ആദമിനെ പോലെയാണ്. ഇനി എന്താണ് അതിൽ പറയാനുള്ളത്? എത്ര വ്യക്തമായ സമർത്ഥനം! ഇത് ഖുർആനിനല്ലാതെ ഏതു ഗ്രന്ഥത്തിന് കഴിയും? ഉപ്പയില്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചു എന്നത് ദൈവമാകാനുള്ള യോഗ്യതയാണെങ്കിൽ ആദ്യം ദൈവമാകേണ്ടത് ആദമല്ലേ? ഈസ ആദമിനെ പോലെയാണ്. ഈസാ നബി അലൈഹി സ്വലാമിന് ഉമ്മയുണ്ട് എങ്കിൽ ആദം നബി അലൈഹി സ്വലാമിനോ? ഉപ്പയില്ലാതെ ഉമ്മയില്ലാതെ ആദമുണ്ടായി. കൂടുതൽ യോഗ്യത ആദമിനല്ലേ? ഹവ്വയല്ലേ? അവരെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. കുൻ ഫയകൂൻ. അത് മതി പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം. ദൈവത്തിന് എന്തിനാണ് സന്താനങ്ങൾ? എനിക്കെന്തിനാണ് മകൻ? എനിക്കെന്തിനാണ് മകൾ? എനിക്കെന്തിനാണ് സന്താനം? എന്റെ പരമ്പര നിലനിൽക്കാൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമുണ്ടോ? അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈഉൻ വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈഉൻ. അല്ലാഹു അവ്വലാണ്, ആഖിറാണ്. രണ്ടാമത്, ഞാൻ തളർന്നാൽ എന്നെ പിടിക്കാൻ
എന്റെ അവശതയുടെ ഒരു കാലം വരും, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു കാലം വരും, അന്ന് എന്നെ നോക്കാൻ അതിനാണ് എന്റെ മക്കൾ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യം അവനില്ല. ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും അവനെ ആശ്രയിക്കുന്നവനാണ്. അവനെ ആശ്രയിക്കാതെ ലോകത്തൊരാൾക്കും ഒരു കണ്ണിമ പൊട്ടുന്ന നേരം പോലും ജീവിക്കാൻ കഴിയില്ല. അവനാണ് ഹുവല്ലാഹ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അവൻ സന്താനമല്ല, ആരുടെയും ഒരാളെയും അവൻ സന്താനമായി സ്വീകരിച്ചിട്ടുമില്ല. ഇനി ആ വിശ്വാസം സ്വീകരിക്കുന്നവരുടെ ആഘോഷങ്ങളുണ്ട്. അതിൽ നമ്മുടെ നിലപാട് എന്താണ്? ആളുകൾ ചോദിക്കും, എന്താണ് നിലപാട്? ആശംസ പറയാൻ കഴിയുമോ? ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? നിലപാട് എന്ത് സ്വീകരിക്കണമെന്നത് ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അന്നവിടെ ക്രൈസ്തവരുണ്ട്. ആദർശ വിഷയങ്ങളിൽ, അവരുടെ ആഘോഷങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ എന്തു നിലപാട് സ്വീകരിച്ചു? ഖുർആൻ എന്തു പറയുന്നു? വഖാലു ഇത്തഖദ റഹ്മാനു വലദ. അവര് പറയുന്നു അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന്. അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്ന് അവര് പറയുന്നു. ലഖദ് ജഅതും ശൈഅൻ ഇദ്ദാ. എത്ര നികൃഷ്ടമായ കാര്യമാണ്, എത്ര വമ്പിച്ച കാര്യമാണ് അവരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര ഗൗരവമേറിയ വിഷയമാണ്. ചെറിയൊരു കാര്യമല്ല അത്. പടച്ചോനൊരു സന്താനമുണ്ട്, റബ്ബൊരു മകനെ സ്വീകരിച്ചു എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. ആ പറഞ്ഞ വാക്കുണ്ടല്ലോ, റബ്ബിനൊരു മകനുണ്ട് എന്നത്, ഒരു ദൈവപുത്രനുണ്ട് എന്ന കാര്യം. ആകാശം പൊട്ടിപ്പിളരും, ഭൂമി വിണ്ടുകീറും, പർവ്വതങ്ങൾ പൊട്ടിത്തകർന്നു വീടുമാറ് ഗൗരവമേറിയ വിഷയമാണ്. ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്താണ് അതിലെ നിലപാട്. പ്രിയമുള്ളവരെ, മറ്റു മതക്കാർക്ക് അവരുടെ വിശ്വാസങ്ങൾ സ്വീകരിക്കാം, അവരുടെ ആദർശങ്ങൾ സ്വീകരിക്കാം. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി ദൈവപുത്രനല്ല എന്നത് അവന്റെ നിലപാടാണ്, അവന്റെ വിശ്വാസമാണ്, അവന്റെ അഖീദയാണ്. കാരണം ഈസാ നബി അലൈഹിസ്സലാം ഒരു മുസ്ലിമിന്റെ, അവന്റെ മഹത്തായ പ്രവാചകനാണ്. മൂസാ നബിയെ പോലെ, നൂഹ് നബിയെ പോലെ. ആ ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്ന സങ്കല്പം അത് നമ്മുടെ വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കണം, പഠിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദമായി മറ്റു അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടർന്നു വരുന്ന ഖുതുബകളിൽ പഠിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.